നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. നമ്മൾ ഹോസ്റ്റലൊക്കെ പോകുമ്പോഴേ നമുക്ക് തന്നു വിട്ടിരുന്നത് അവലോസ് പൊടിയൊക്കെ അല്ലേ. എന്നാൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ അവർ സോൾജിയേഴ്സ് ഗാലിപ്പോളിയിലേക്ക് വേൾഡ് വാർ 1 പോയപ്പോൾ കൊടുത്തു വിട്ടുകൊണ്ടിരുന്ന കുക്കീസാണ് ഈ അൻസാക് കുക്കീസ്. അത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ്, മുട്ടയൊന്നും ഇടാതെയാണ് ഈ കുക്കീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏപ്രിൽ 25 അൻസാക് ഡേ ആണല്ലോ. അപ്പം നമുക്ക് അൻസാക് കുക്കീസ് ഉണ്ടാക്കാം. ഈ കുക്കീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ഒരു പോട്ടിൻ്റെ അകത്ത് നമുക്ക് ഒരു ബോൾ കഴുകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒറ്റ ഒരു ബോളിൻ്റെ അകത്ത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വേണ്ടത് 125 ഗ്രാം ബട്ടറാണ് വേണ്ടത്. സോഫ്റ്റൻ ബട്ടർ കൊണ്ടുപോയി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റൻ ചെയ്യാം. മെൽറ്റായിരിക്കുന്ന ബട്ടറിലേക്ക് നമുക്ക് 1 കപ്പ് ഓട്സ്, 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ, 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 കപ്പ് റോസ് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ വെള്ളത്തിൽ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ബേക്കിംഗ് സോഡ മിശ്രിതം, അതായത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മേപ്പിൾ സിറപ്പാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിനെ ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതുകൊണ്ടായിരിക്കും ഇവർ എപ്പോഴും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വീട്ടിലിത് കുട്ടികളുമായിട്ടുള്ള ഒരു പരിപാടിയാകും കേട്ടോ. ഇന്ന് അൻസാക് ഡേ ആണല്ലോ. അപ്പോൾ അൻസാക് ഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് കുക്കീസ് ഉണ്ടാക്കി വയ്ക്കാം. അതുപോലെ ബിസ്ക്കറ്റ് ഈ ഒരു വലിപ്പത്തിൽ, കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വലിപ്പത്തിലുണ്ടാക്കാം. ഇവിടെ എല്ലാ കുക്കീസും ഞാൻ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൊണ്ടുപോയി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നോളം വരെ വെക്കേണ്ട ആവശ്യമുള്ളൂ. കുക്കീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നിനെ എടുത്ത് കൂളിംഗ് റാക്കിലേക്ക് വെച്ച് കൂളായി കഴിയുമ്പോൾ കഴിക്കാം. ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി ഒരു ജാറിലിട്ട് സൂക്ഷിക്കും. സൂപ്പറായിട്ടുള്ള കുക്കിയാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു വെരി മച്ച്. ബൈ. ലെസ്റ്റ് വി ഫൊർഗെറ്റ്.